പഴശ്ശിരാജ വീരഹൂതി ദിനത്തിൽ ഇന്ന് പുത്തൻപുലരിയിൽ നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. കുരുക്ഷേത്ര MD ശ്രീ കാബ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. നമ്മൾ പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞാൽ ബ്രിട്ടീഷ് വാഴ്ചയെ വിറപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചരിത്ര പാഠ്യപദ്ധതികളിലും ഔദ്യോഗിക ചരിത്ര പാഠങ്ങളിലുമൊക്കെ വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്നത് സംശയമല്ലേ? അത് രണ്ട് കാര്യമാണ്. ഈ അട്ടിമറിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബിംബമാണ് പഴശ്ശിരാജയുടേത്. സ്വാതന്ത്ര്യാനന്തരം നമ്മളെ പഠിപ്പിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 എന്നാണ്. സത്യത്തിൽ അതിന് മുൻപ് രണ്ട് അട്ടിമറികളാണ് പൊതുവായി സ്വാതന്ത്ര്യസമര ചരിത്ര രചനയിലും പഠിപ്പിക്കലിലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. ഒന്ന് ഈ പറഞ്ഞതാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 എന്നാണ്. പഴശ്ശിരാജ വീരാഹുതി വരിച്ചത് 1805-ലാണ്, 52 വർഷം മുൻപാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്തിനാണ്? ഈ പഴശ്ശിരാജയുടെയും വേലുത്തമ്പിയുടെയും അടക്കമുള്ള അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രത്തെ തമസ്കരിക്കുവാൻ. അത്തരം രക്തരൂഷിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിപ്പിച്ചാൽ വളർന്നു വരുന്ന തലമുറകളുടെ ഉള്ളിൽ ഉജ്ജ്വലമായ ദേശപ്രേമവും രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനോ ജീവൻ സമർപ്പിക്കാനോ ജീവിതം സമർപ്പിക്കാനോ ഒക്കെയുള്ള ഒന്നാന്തരം ദേശീയ വികാരം ഉണർന്നു വരും എന്നുമൊക്കെ അറിയാം. അങ്ങനെ ഉണർന്നു വരാതിരിക്കണമെങ്കിൽ തീവ്രമായ ദേശസ്നേഹമുള്ള ഒരു തലമുറ വളർന്നു വന്നാൽ ഈ നാടിനോട് കൂറുള്ള സമൂഹമായിരിക്കും വളർന്നു വരിക. ഏതെങ്കിലും കുടുംബത്തോടോ വ്യക്തികളോടോ ഉള്ള ആദരവിലുപരി രാജ്യത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു മനോഭാവം വളർന്നു വരും. അത് വളർന്നു വരാതിരിക്കണമെങ്കിൽ ചരിത്രത്തെ അട്ടിമറിക്കേണ്ടതുണ്ട്. അങ്ങനെ അട്ടിമറിക്കപ്പെട്ട രണ്ട് സംഭവമാണ്. ഒന്ന് ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ധാരാളം വർഷങ്ങളിൽ ഓർക്കുന്നുണ്ട്, വിദ്യാലയങ്ങളിലൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ വർഷവും അതത് സ്കൂളിലെ അധ്യാപകർ അഥവാ പ്രിൻസിപ്പൽമാർ, ഹെഡ് മാസ്റ്റർമാർ പറയാറുള്ള ഒരു ആമുഖ വചനമുണ്ട്. ആ ആമുഖ വചനം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിച്ചതാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ആ വചനം ഇങ്ങനെയാണ്: ഒരു വെടിയുണ്ട പോലും പൊഴിക്കാതെ നേടിയ സ്വാതന്ത്ര്യം, ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ നേടിയ സ്വാതന്ത്ര്യം. ഇത്തരം ഒരു നുണ പറഞ്ഞ് നമ്മൾ വെറുതെ കുത്തിയിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയതാണ്, തന്നിട്ട് പോയതാണ്, സഹതാപം തോന്നി അവർ മടുത്തിട്ട് പോയതാണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ന ഒരു കള്ളച്ചരിത്രം, കള്ള നരേറ്റീവ് നമ്മുടെ തലമുറകളെ പഠിപ്പിച്ചു പോയി. അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലുമൊക്കെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ യുവാക്കൾ മുന്നിട്ട് വരുന്നുവെങ്കിൽ ഇത്തരം പഠിപ്പിക്കലിൻ്റെ പ്രതികരണമാണ്. വാസ്തവത്തിൽ പഴശ്ശിരാജയുടെയും ഒക്കെ അടക്കമുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രം സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ ദേശപ്രേമം ഉജ്ജ്വലിപ്പിക്കുക മാത്രമല്ല, അവരെ കൊണ്ട് ആയുധമെടുപ്പിക്കുകയും ചെയ്തു. നിരക്ഷരരെന്ന് പറയുന്ന വനവാസികളെ കൊണ്ട്, വിദ്യാലയം കണ്ടിട്ടില്ലാത്ത ചരിത്രം പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ ഉള്ളിൽ ദേശപ്രേമം ഉജ്ജ്വലമായി വളർത്തി അവരെ കൊണ്ട് ആയുധമെടുപ്പിച്ച് ബ്രിട്ടീഷുകാരെ കിടുകിട വിറപ്പിച്ചു എന്ന് പറയുന്നത് ചെറിയ ചരിത്രമല്ല. ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് ഈ പഴശ്ശിരാജയുടേത്. കാരണം ജനറൽ വെല്ലസ്ലി, നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ജനറൽ വെല്ലസ്ലിയെ മുട്ടുകുത്തിച്ചതാണ് ഈ പഴശ്ശിരാജയുടെ ചരിത്രം. അത്തരമൊരു ചരിത്രം വാസ്തവത്തിൽ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതല്ലേ? അത്തരം ചരിത്രങ്ങളെ മുഴുവൻ അട്ടിമറിച്ചിരുന്നു ഈ മുൻകാല നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണെങ്കിലും കോൺഗ്രസ് സർക്കാരുകളാണെങ്കിലും. ആ അട്ടിമറികളെ മുഴുവൻ അതിജീവിച്ച് ഇന്നിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞല്ലോ, പഴശ്ശി സ്മൃതി കുടീരം അവിടെ നിൽക്കുന്നു എന്ന്. എങ്ങനെയാണ് ആ പഴശ്ശി സ്മൃതി കുടീരം ഉണ്ടായത്? അവിടെ അങ്ങനെ ഒരു സ്മൃതി കുടീരം ഉണ്ടായിരുന്നില്ല. മാനന്തവാടിയിലെ കച്ചവടക്കാരുടെ ഹോട്ടലിൻ്റെയും മറ്റ് ചന്തയുടെയും ഒക്കെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു ഇടമായിരുന്നു ആദ്യകാലത്ത് ഇന്ന് ഇരിക്കുന്ന പഴശ്ശി കുടീരം ഇരിക്കുന്ന സ്ഥലം.
ആ സ്ഥലത്ത് പഴശ്ശിയെ സംസ്കരിച്ച ആ സ്ഥലത്ത് സ്മാരകമുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വർഷം ഭാരതീയ ജനസംഘം, ഇന്നത്തെ BJPയുടെ പൂർവ്വരൂപം, ആ ജനസംഘത്തിൻ്റെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും പ്രവർത്തകർ എല്ലാ വർഷവും അവിടെ ആദ്യകാലങ്ങളിൽ ഈ ശ്രദ്ധാഞ്ജലി പുഷ്പാർച്ചനയും ഓർമ്മയും ചരിത്ര സ്മരണകളും ഒക്കെ നടത്തിയിരുന്നത് മുഴുവൻ കേരളീയരുമായിരുന്നില്ല. അഥവാ സർക്കാരിൻ്റെ ഔദ്യോഗിക ചരിത്രകാരന്മാരോ ഔദ്യോഗിക ഭരണാധികാരികളോ ഒന്നും അവിടെ വന്നിരുന്നില്ല. അവരാരും അവിടെ സ്മാരക പരിപാടികൾ നടത്തിയിരുന്നില്ല, പുഷ്പാർച്ചന നടത്തിയിരുന്നില്ല. നിരന്തരം വർഷങ്ങളോളം ജനസംഘവും പിന്നീട് BJPയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും മാത്രമാണ് അവിടെ ആ സ്മാരക സ്ഥലത്ത്, സ്മാരകമില്ല, ആ സ്ഥലത്ത് പോയി പുഷ്പാർച്ചന നടത്തുകയും മറ്റ് അവിടെ ഈ സ്മാരക പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കൊച്ചുകുട്ടികളെ അടക്കം കൊണ്ടുപോയി വീരപഴശ്ശിയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഉജ്ജ്വലിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. ഈ ചരിത്രവും ചരിത്ര സ്മാരകവും ഒക്കെ ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ആ ചരിത്ര അവിടെ ഒരു സ്മാരകം നിർമ്മിക്കുവാനും അവിടെ പിന്നെ ഒരു മ്യൂസിയം നിർമ്മിക്കുവാനും ഒക്കെ പിന്നീട് സർക്കാർ തയ്യാറായതും ഇപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ നടക്കുന്നത്. എപ്പോൾ ഈ അട്ടിമറിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരം ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ, അതിനെ തല്ലിക്കെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ, ചരിത്രത്തെ കുഴിച്ചു മൂടിയാലും അത് വീണ്ടും പൊട്ടിമുളച്ച് പുതിയ തലമുറകളുടെ മുൻപിലേക്ക് അതിനെ കൊണ്ടുവരും എന്ന് ബോധ്യമായപ്പോഴാണ് ഇത്തരം ചരിത്ര ചർച്ചകളും സ്മാരക പ്രഭാഷണങ്ങളും പുഷ്പാർച്ചനകളും ഒക്കെ ഉണ്ടായി വന്നത്. അതുകൊണ്ട് ഈ ചരിത്രത്തെ മുഴുവൻ വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ട്. എത്രയോ ലക്ഷം പോരാ കോടിക്കണക്കിന് ഭാരതീയരുടെ രക്തത്തിൻ്റെ വിലയാണ് നാം നേടിയ സ്വാതന്ത്ര്യം. അനേക ലക്ഷം ആൾക്കാർ വെടിയുണ്ടയേറ്റ് അല്ലാതെ വാളിനിരയായും ഒക്കെ ചോര ഒഴുക്കിയിട്ട് തന്നെയാണ്, പുഴ പോലെ നദി പോലെ ചോര ഒഴുക്കിയിട്ട് നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യ സമര പഴശ്ശിയുടെ ചരിത്രത്തിൽ എത്രയോ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. വനവാസി വിഭാഗങ്ങൾ, കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടക്കമുള്ളവർ ആയുധമെടുത്തു, അമ്പും വില്ലും എടുത്ത് കുട്ടികളടക്കമുള്ളവർ ഒളിപ്പോര് നടത്തിയത്. ചെഗുവേരയുടെ ഒക്കെ ഒളിപ്പോരിനെ കുറിച്ച് വീരസ്യം പറയുന്ന നമ്മൾ, അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്ന യുവജനങ്ങളുടെ ഉള്ളിലേക്ക് പഴശ്ശിയുടെ ഈ ഗറില്ല പോരാട്ട വീര്യങ്ങളുടെ ചരിത്രമായിരുന്നില്ലേ സന്നിവേശിപ്പിക്കേണ്ടിയിരുന്നത്? നമ്മളുടെ തലമുറകളുടെ ഉള്ളിൽ ഇത്രയും ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഈ ഗറില്ല യുദ്ധ മോഡൽ എന്തുകൊണ്ട് പാഠമായില്ല എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യവും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ചരിത്രത്തെ, പഴശ്ശിയെ അപമാനിക്കുവാൻ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അടക്കമുള്ളവർ ശ്രമിച്ച ചരിത്രവും നമ്മൾ മറന്നു പോകരുത്. പഴശ്ശിയെ അപമാനിച്ചു, സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ അപമാനിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതിനെ ഒറ്റുകൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുകയും കൂടി ചെയ്ത ചരിത്രം പഴശ്ശിയുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. EMS എഴുതിയ കേരള ചരിത്രമുണ്ട്. ആ കേരള ചരിത്രത്തിൽ നമ്പൂതിരിപ്പാട് എഴുതി പിടിപ്പിച്ചത് അവസാന കാലത്ത് പഴശ്ശി രാജാവിനെ, കേരളവർമ്മ പഴശ്ശി രാജയെ സ്വന്തം ഭാര്യ ഒറ്റുകൊടുത്തു എന്നാണ് പറഞ്ഞത്. എത്രമാത്രം നീചമായിട്ട് നമ്മുടെ ചരിത്രത്തെ അവർ അപമാനിക്കുന്നു എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. ഇപ്പോഴും അവർ ഭാരതത്തിൻ്റെ ചരിത്രത്തെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അപമാനിച്ച് പുതിയ തലമുറകളുടെ ഉള്ളിൽ നമ്മുടെ വീരപുരുഷന്മാരെ ഒക്കെ ഏറ്റവും ഹീനമായ തരത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ EMSനെ പോലെയുള്ള ഒരാൾ, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അഥവാ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം എഴുതി വെക്കേണ്ടതുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കള്ളച്ചരിത്രം. മുഴുവൻ സ്വാതന്ത്ര്യ സമര ഭടന്മാരെയും ചരിത്രകാരന്മാരെയും അവർ അപമാനിച്ചിട്ടുണ്ട്. ആ അപമാനത്തിൻ്റെ അടയാളമായിട്ടാണ് പഴശ്ശിയെ അടക്കം സ്വന്തം ഭാര്യ ഒറ്റുകൊടുത്തു എന്ന് പറയാൻ മാത്രം മടിയില്ലാത്ത തരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ച ചരിത്രവും കൂടിയുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം പിന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 അല്ല, അതിന് പിന്നിൽ 1805 പഴശ്ശിയുടെ ഉണ്ട്, 1809 വേലുത്തമ്പിയുടെ ഉണ്ട്, അതിനു മുൻപ് ആറ്റിങ്ങൽ കലാപമുണ്ട് എന്ന് മാത്രമല്ല, ഡച്ചുകാരോട് പോരാടിയ മാർത്താണ്ഡവർമ്മയുടെ ചരിത്രമുണ്ട്. കേരളത്തിൽ ഇങ്ങനെ അനേകം ചരിത്രങ്ങളുണ്ട്. പോരാ,
അത് കൂടാതെ തന്നെ എത്രയോ സ്വാതന്ത്ര്യ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത് മാത്രമല്ലല്ലോ സ്വാതന്ത്ര്യ സമരം. അവർ ഈ പഴശ്ശിയെയും ടിപ്പുവിനെയും ഒന്നിച്ചവതരിപ്പിക്കുന്നത് എന്തിനാണ്? ബ്രിട്ടീഷ് വിരുദ്ധ സമരമല്ല സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത്. പിന്നെയോ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വതന്ത്രം, ഭാരതത്തിൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കാൻ നടത്തുന്ന യത്നങ്ങളെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പഠിപ്പിക്കേണ്ടിയിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രമെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഡച്ചുകാർ വരണം, ഫ്രഞ്ചുകാർ വരണം, പോർച്ചുഗീസുകാർ വരണം. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാണ് എന്ന നാണം കെട്ട ചരിത്രം പഠിപ്പിക്കേണ്ടി വരും. കാരണം അവരൊക്കെ നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധതയല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മാനദണ്ഡമാക്കേണ്ടത്. സ്വത്വം വീണ്ടെടുക്കാൻ, ഭാരതത്തിൻ്റെ സ്വത്വം, ഏത് സ്വത്വമാണ് ടിപ്പുവും ഹൈദരും ഒക്കെ നടത്തിയ സമരങ്ങളിൽ ഭാരതത്തിൻ്റെ ഏത് സ്വത്വം വീണ്ടെടുക്കാനാണ് ശ്രമിച്ചത്? അതുകൊണ്ട് സ്വത്വം വീണ്ടെടുക്കാനല്ലാത്ത ഒരു സമരത്തെയും സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഭാരതത്തിൻ്റെ സ്വത്വം വീണ്ടെടുക്കാൻ നടത്തുന്ന യുദ്ധം മാത്രമല്ല, ഏതു പ്രയത്നവും സ്വാതന്ത്ര്യ സമരമാണ് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. അനേകം നൂറ്റാണ്ടുകളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അന്തിമ ഫലമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന ചരിത്രം പഠിപ്പിക്കേണ്ടതുണ്ട്. കോടാനുകോടി ഭാരതീയർ, എല്ലാ ഭാഷകളിലുമുള്ള, എല്ലാ പ്രദേശങ്ങളിലുമുള്ള വനവാസികൾ അതിലേറ്റവും കൂടുതൽ പങ്കുവഹിച്ച സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ, നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഒട്ടാകെ പരിശോധിച്ചാൽ നമ്മൾ വിട്ടുകളയരുതാത്ത ഒരു ചരിത്രം ആദ്യകാലം തൊട്ട്, തുടക്കത്തിൽ പറഞ്ഞാൽ അലക്സാണ്ടറുടെ കാലം മുതൽ 1947 വരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രം പരിശോധിച്ചാൽ അതിലെല്ലാ കാലവും എല്ലാ സ്ഥലത്തും നിലനിന്ന ഒരു സ്വാതന്ത്ര്യ സമര സമൂഹം എന്ന് പറയുന്നത് വനവാസി സമൂഹമാണ്. ആ വനവാസി സമൂഹത്തെ തന്നെയാണ് പഴശ്ശിയും വിശ്വസിച്ച് അദ്ദേഹത്തിന് കൊണ്ടു നടന്നത്. പഴശ്ശി ഭോജൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ക്യാമ്പുകളിൽ നടത്താറുള്ള ഒരു കാര്യമുണ്ട്. ആ ക്യാമ്പുകളിൽ ഒരു ദിവസം രാത്രിയിൽ പഴശ്ശി ഭോജൻ വയ്ക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? പഴശ്ശി ഭോജൻ എന്ന് പറഞ്ഞെന്നാൽ വനവാസി വിഭാഗങ്ങൾ, വനവാസി അമ്മമാർ എല്ലാ രാത്രികളിലും ഭക്ഷണപ്പൊതി കെട്ടി മരക്കൊമ്പുകളിൽ കെട്ടിത്തൂക്കും. എന്തിന്? നമ്മുടെ പഴശ്ശിത്തമ്പുരാനും പടയാളികളും ഈ വഴി കടന്നു വന്നാൽ അവർ വിഷമിക്കരുത് എന്ന ഒരു ആഗ്രഹം കൊണ്ട്, ആ ആഗ്രഹത്തെ മുൻനിർത്തി പഴശ്ശിരാജാവിനും നമ്മുടെ കൺകണ്ട ദൈവത്തിനും പടയാളികൾക്കും ആഹാരം കൊടുക്കാൻ വേണ്ടി ഭക്ഷണപ്പൊതി ഉണ്ടാക്കി മരക്കൊമ്പുകളിൽ കെട്ടിത്തൂക്കുമായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി രാത്രിയിൽ യൂണിഫോം മുഴുവൻ ധരിച്ചുകൊണ്ട് എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി നിന്നുകൊണ്ട് രാത്രിയിൽ ആഹാരം കഴിക്കുന്ന ഒരു ഏർപ്പാട് RSSന്റെ ക്യാമ്പുകളിലുണ്ട്. എന്തിനാണ്? പഴശ്ശി ഭോജൻ എന്നാണ് അതിന് പറയുന്നത്. ആ പഴശ്ശി രാജാവ് വിശ്വസിച്ച് മുൻപിൽ നിർത്തിയ, തൻ്റെ കൂടെ നിർത്തിയ വനവാസികൾ, ഛത്രപതി ശിവജി ആദ്യം പടയാളികളെ സന്നാഹം കൂട്ടിയത് വനവാസികളെ കൊണ്ടാണ്. റാണാ പ്രതാപൻ വനവാസികളെ ഉപയോഗിച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയത്. ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് സന്യാസി സമൂഹമാണ്. അതിനുശേഷം 1855 പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിൽ നടത്തിയ വനവാസി വിഭാഗങ്ങളും നടത്തിയ പോരാട്ടങ്ങളുണ്ട്. അങ്ങനെ പിന്നോട്ട് പോയാൽ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വീരഹൂതിയെക്കുറിച്ച് പല തെറ്റായ വ്യാഖ്യാനങ്ങളും തെറ്റായ ചരിത്ര പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാം. ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നമ്പൂതിരിപ്പാടക്കം EMS അടക്കം വീരാഹുതി എന്നുള്ളതിന് ഈ ആത്മഹത്യയും ആത്മാഹുതിയും തമ്മിലുള്ള അന്തരം അറിയാത്തത് കൊണ്ടാണ് അത്തരം കള്ളത്തരങ്ങൾ അഥവാ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം. ഒരു ആൾ സ്വാർത്ഥമായ കാര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ നൈരാശ്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു നിരാശയിൽ നിന്ന് ഉടലെടുക്കുന്ന മനോഭാവത്തിൽ നിന്ന് ചെയ്യുന്നതാണ് ആത്മഹത്യ. അത് ഒന്നുകിൽ മനം മടുപ്പ് കൊണ്ട്, നിരാശ കൊണ്ട്, പരാജയഭീതി കൊണ്ട് ഉണ്ടാകുന്നതാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മാഹുതി എന്നും വീരമൃത്യു എന്ന് പറയുന്നത് പോരാട്ട ഭൂമിയിൽ
സമൂഹ നന്മയ്ക്ക് വേണ്ടി, രാജ്യരക്ഷയ്ക്ക് വേണ്ടി, ധർമ്മരക്ഷണത്തിന് വേണ്ടി പോരാടി മരിക്കുന്നതിനെയാണ് ആത്മാഹുതി അഥവാ ബലിദാനം, വീരമൃത്യു എന്നൊക്കെ പറയുന്നത്. ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടി, രാജ്യ നന്മയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയാണ്. എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആത്മബലിയാണ് ഈ പറയുന്ന ആത്മാഹുതി അഥവാ വീരമൃത്യു എന്ന് പറയുന്നത്. ഇതറിയാത്തത് കൊണ്ടാണ് പഴശ്ശിരാജാവ് എന്ത് സ്വാർത്ഥത നേടാൻ വേണ്ടിയായിരുന്നു? ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് രാജപട്ടവും കിട്ടുമായിരുന്നു, രാജാധികാരവും കിട്ടുമായിരുന്നു, ബ്രിട്ടീഷുകാരുടെ എല്ലാ സംരക്ഷണവും പിന്തുണയും കിട്ടുമായിരുന്നു. അതൊക്കെ വേണ്ട, കൊട്ടാര സുഖം അനുഭവിക്കാമായിരുന്നു, രാജകീയ സുഖം അനുഭവിക്കാമായിരുന്നു. അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ ആത്മബലി അർപ്പിക്കാൻ കഴിയണമെങ്കിൽ ഉന്നതമായ ഒരു ദേശീയ ബോധവും സാമൂഹിക ബോധവും സാംസ്കാരിക അഭിമാനവും സർവോപരി ധർമ്മബോധവും ഉള്ളവർക്ക് മാത്രമേ ആത്മാഹുതി എന്ന് പറയുന്നത് അർപ്പിക്കാൻ കഴിയൂ. ഇപ്പോൾ സന്യാസിമാരൊക്കെ സമാധി എന്ന് പറയുന്നില്ലേ, അത് ഈ ആത്മഹത്യയല്ല, സ്വയം അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി ഇരുന്നു കൊടുക്കുകയാണ് അഥവാ നിന്നു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അതിലേക്ക് സ്വയം, നമ്മൾ ഈ യജ്ഞം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത്തരം ഹോമാഗ്നിയിലേക്ക് ദ്രവ്യം നിക്ഷേപിക്കുന്നത് പോലെ രാഷ്ട്രത്തിൻ്റെ ഈ ബലിവേദിയിൽ രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടിയുള്ള, രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ബലിവേദിയിൽ സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ആത്മാഹുതി എന്ന് പറയുന്നത്. അതൊരു ധാർമ്മികമായ, ഉന്നതമായ ധാർമ്മിക കർമ്മമാണ് ഈ ആത്മാഹുതി, വീരബലിദാനം എന്നൊക്കെ പറയുന്നത്. ആത്മഹത്യ എന്നൊക്കെ അധികം പേര് പറയുന്നില്ല, രണ്ടു കൂട്ടരെ പറയൂ. ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ജിഹാദികൾ മാത്രമാണ് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഈ ഭാഷയുടെ സാമാന്യ വിവരം പോലും ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ തലക്കര ചന്തു ഒക്കെ എന്തുകൊണ്ടാണ് ഈ വനവാസി വിഭാഗത്തിൽ തന്നെ പെട്ടതാണല്ലോ. വീരപഴശ്ശിയുടെ വലം കയ്യെന്നോ ഇടം കയ്യെന്നോ പറയാവുന്ന രണ്ടുപേരിൽ ഒരാളാണല്ലോ തലക്കര ചന്തു. ഇപ്പോൾ അവിടെയും പനമരത്തും ഉണ്ട്. തലക്കര ചന്തു എന്തിനാണ് വീരാഹുതി അനുഷ്ഠിച്ചത്? അദ്ദേഹത്തിനും വേണമെങ്കിൽ ഒളിച്ചോടാമായിരുന്നു, അദ്ദേഹത്തിനും വേണമെങ്കിൽ സുഖമായി ജീവിക്കാമായിരുന്നു. ഈ പനമരം കോട്ട, ഇതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ട ഒരു പ്രധാന കാര്യമാണ് പനമരം കോട്ട. വയനാട്ടിൽ തന്നെയുള്ള പനമരത്ത് ഈ കോളിമര ചുവട്ടിലാണ് അവിടെ കോട്ടയുണ്ടായിരുന്ന. കോട്ടയെ ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ കൊന്നുകളയുകയും പിന്നീട് അദ്ദേഹത്തിന് ഈ തലക്കര ചന്തുവിനെ കീഴടക്കുകയൊക്കെയാണ് ചെയ്തത്. അവിടെയും സ്മാരകമുണ്ടായിരുന്നില്ല. ആ സ്മാരകം നിർമ്മിച്ചതും രാഷ്ട്രീയ സ്വയംസേവക സംഘവും ജനസംഘവും BJP ഒക്കെ ചേർന്നിട്ടാണ്. ആത്മാഹുതി, ബലിദാനം, വീരമൃത്യു എന്നൊക്കെ പറയുന്നത് ദേശസ്നേഹികൾക്കും ധർമ്മബോധമുള്ളവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ കെടുത്തിക്കളയാൻ, അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തിക്കളയാൻ, അതിൻ്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി സഖാവ് നമ്പൂതിരിപ്പാടും മറ്റ് കമ്മ്യൂണിസ്റ്റുകളും പറഞ്ഞു പരത്തുന്നതാണ് ആത്മഹത്യ എന്നുള്ളത്. തീർച്ചയായും എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. പഴശ്ശിരാജ വീരഹൂതി ദിനത്തിൽ ഇന്ന് പുത്തൻപുലരിയിൽ അതിഥിയായി എത്തിയത് കുരുക്ഷേത്ര MD കാബ സുരേന്ദ്രനാണ്. വളരെയധികം നന്ദി ഈ പുത്തൻപുലരിയെ ധന്യമാക്കിയതിന്. നമസ്കാരം.